വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ മാറുന്ന ഒരു ചെറിയ ടിപ്സ് പറഞ്ഞുതരാം. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ. നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ കോട്ടനോ അല്ലെങ്കിൽ നമ്മുടെ ടവലോ വെച്ചിട്ട് ടിപ്പ് ചെയ്തൊന്ന് നമ്മളൊന്ന് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ ഉള്ള ഭാഗത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം. അതിനുശേഷം നമുക്ക് ഇതേപോലത്തെ ടൂൾസ് കടയിൽ മേടിക്കാൻ കിട്ടും. അധികം ചിലവൊന്നുമില്ല ഈ ടൂൾസിന്. ഇത് വെച്ച് തന്നെയാണ് ബ്യൂട്ടി പാർലറും ചെയ്യാറ്. ഇത് വെച്ച് നന്നായിട്ട് നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വന്നിട്ട് പോരും. എനിക്ക് കൂടുതലും മൂക്കിൻ്റെ ഭാഗത്താണ്. ചിലർക്ക് മീശയമ്മ താടിയമൊക്കെ ഇങ്ങനെ വന്ന കണ്ടിട്ടുണ്ട്. നന്നായിട്ടിങ്ങനെ ഇച്ചിരി ടൈറ്റായിട്ട് പിടിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഇത് പോരത്തുള്ളൂ. ഞാനിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കധികം ഉണ്ടാവത്തില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ടിപ്സ് കാണിക്കണമെന്നുള്ളൂ. ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ട് നമ്മൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ ഈ സംഭവം വീണ്ടും നമ്മൾ പൊടിയെ കൊണ്ടുവരുമ്പോൾ ഇത് പെട്ടെന്ന് വരും. അതുകൊണ്ട് ചെറുതായിട്ട് വന്ന് തുടങ്ങുള്ളൂ, അധികം ഇല്ല. അതുകൊണ്ട് തന്നെ അത് കുറച്ചേ കാണാൻ പറ്റുള്ളൂ. ആ വൈറ്റ് ഹെഡ്സ് ഞാൻ കാണിക്കണുണ്ടോ, എൻ്റെ നഖവും കൊണ്ട് കാണിക്കുന്നുണ്ട് അവിടെ. നിങ്ങൾക്ക് കാണണ്ടെന്ന് നിങ്ങൾക്ക് കാണണ്ടോയെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഞാൻ ചെറിയൊരു ബാക്ക് കൊടുക്കാറുണ്ട് എപ്പോഴും. ഇത് മാത്രം വെച്ചിട്ടല്ല ഞാൻ നിർത്തണേ. കോഫി പൗഡറും ഷുഗറും റോസ് വാട്ടർ അല്ലെങ്കിൽ മിൽക്ക്, ഇതിലേത് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് രണ്ടും ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് പുരട്ടിയിട്ട് ഒന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സ്ക്രബ് ചെയ്ത് കളയുക. ഞാൻ അപ്പം തന്നെ സ്ക്രബ് ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞാനതൊരു 10-15 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ആവുമല്ലോ. കോഫി പൗഡറും ഷുഗറും കൂടി ആകുമ്പോഴത്തേനും തന്നെ ടൈറ്റ് ആവും നമ്മുടെ സ്കിന്ന്. ആ ടൈറ്റ് ആയതിന് ശേഷം നമ്മൾ കുളിക്കുന്ന സമയത്തോ എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്ത് അപ്പോഴാണ് കളഞ്ഞാലും മതി. പക്ഷെ എപ്പോൾ കളഞ്ഞാലും നമുക്ക് റിസൾട്ടൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും. ഞാൻ അപ്പം തന്നെ സ്ക്രബ് ചെയ്തിട്ട് കളയാറാണ് പതിവ്. കൂടുതലും അങ്ങനെയാണ് ചെയ്യണത്. ചില സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചെടുക്കാറുണ്ട്. നമ്മൾ പിന്നെ ഇതൊക്കെ സ്കിന്നിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് നമ്മൾ സംസാരിക്കാനൊന്നും പാടില്ല. അത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് എന്താ പറയുക, ചുളു വീഴുമെന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം നേരം ഈ പാക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാറില്ല. ഇരുന്നാൽ തന്നെയും പെട്ടെന്ന് എനിക്ക് ടൈറ്റ് ആകുമ്പോൾ ഒരു പേടിയാണ്, ടൈറ്റ് വരുമ്പോഴത്തേനും. അപ്പോൾ നമ്മളിത് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകിക്കളയാണ് വേണ്ടത്. പതുക്കെ നമ്മൾ വെള്ളം അടിച്ച് കഴുകരുത് ഒരിക്കലും. എന്തിട്ടാലും പതുക്കെ നമ്മൾ ഇത് സ്ക്രബ് ചെയ്ത് തന്നെ പാക്കിട്ടതിന് ശേഷം കളയാനായിട്ട്. ഒറ്റയടിക്ക് നമ്മൾ ഒരിക്കലും അങ്ങനെയൊക്കെ കളയരുത്. അത് കഴിഞ്ഞിട്ടുള്ള മാറ്റമാണ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്താം. ഇതേപോലെ കുഞ്ഞു ടിപ്സായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് ടിപ്സ് ഇടാനായിട്ടും തോന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.